പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, അവരെ പേരിൽ 3 അക്ഷരമായിരിക്കും ഉണ്ടാവുക. തെണ്ടിയാണേലും അവനെന്റെ ചങ്കാടി, നീ അവൻ മറക്കല്ലേ. അവൻ നിന്നെ പെണ്ണ് കണ്ടതിന് ശേഷമാണ് ഞാൻ നിന്നെ കെട്ടിയത്. വി ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. തിരിച്ചു വാടാ. ഗോപിക്ക് സാമ്പാറും എരിശ്ശേരിയെല്ലാം ഉണ്ടാക്കാൻ അറിയാം. എലയടാ അടാ. ഇത്രയും കാലം നമ്മുടെ ശേഷം അലഞ്ഞിരിഞ്ഞത് വെറുതെ അല്ല, എല്ലാം ഇത് വേണ്ടിട്ടാ അല്ലേ? കല്യാണം കഴിഞ്ഞ ശേഷം ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടാ? കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ ജോലിക്കൊക്കെ പോക്ക് ബുദ്ധിമുട്ടാവില്ലേ ജയേഷേട്ടാ? യഥാർത്ഥത്തില് ജയേഷിന്റെ ജന്മസാക്ഷാത്കാരാണ്. അതെ 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 അതെ. എന്നും ഇതുപോലെ ചുരിദാറിലും തന്നെ ഇടുക? ആ, എനിക്ക് ഇന്ത്യൻ വസ്ത്ര രീതിയോട് തന്നെയാ താല്പര്യം. രാഘവൻ നമ്പ്യാരെ നൂറ്റാണ്ടിന്റെ ഒത്തുചേരൽ ഇവിടെ നടക്കുന്നു. ശാസ്ത്രം പോലും തോറ്റു. ജയേഷ് ഇഷ്ടപ്പെട്ട നമ്മളെ കുട്ടിയെ? അല്ല, പറ്റിയ ഇപ്പൊ തന്നെ കൊണ്ടുപോകണമെന്നാ ജയേഷിന്റെ മനസ്സിൽ. സോറി, ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് പെരുമാറുന്ന ഒരാളല്ല. ഇച്ചിരി കൺട്രോൾ കിട്ടുക. സോറി സോറി സോറി. First of all, thank you all for being a part of my happy day. As you all know, family is the first essential cell of human society. I finally found that cell where I would happily confide. എനിക്കറിയാം, I've waited too long for this day, and I think it was worth it. Cafeteria which I'm throwing. Cafeteria വെച്ച് നടത്താൻ ഇത് കണ്ട ആക്ക ഊക്കൻ ഊക്കിലും പാർട്ടി അല്ല. We are throwing a grand house party at 7 PM at our place. Let's finish it party! ഹലോ ജേട്ടാ, സോറി, ഇവിടെ ചെറിയൊരു പ്രശ്നം. എന്ത് പ്രശ്നം? അത് നമ്മുടെ കൂടെ വന്നില്ലേ അപ്പു? അപ്പുനെ കാണാണ്ടായി ജേട്ടാ. ആമ്പിളറുണ്ടോ കൂടെ? അയ്യോ, അതിന്റെ മേമയുടെ മോളാ അപർണ. ഓ, ഈ അപർണേനെ അപ്പൂന്നും അശ്വതിനെ അച്ചുന്നും ഒക്കെ വിളിച്ചിട്ട് വെറുതെ ആമ്പിളറെ ടെൻഷൻ അടിപ്പിക്കില്ല മോളെ. ഞാൻ വെറുതെ വിളിച്ചാ. ജേട്ടാ, ലവ് യു. ലവ് യു ടു.
ബാംഗ്ലൂർ തിരക്കുള്ള ആൾക്കാരുണ്ടല്ലോ. ഇത് കേട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കൂലേ? ഒരു പ്രോബ്ലം ഇല്ലല്ലോ. അത് നമ്മുടെ ഫ്ലാറ്റിന്റെ അസോസിയേഷൻ സെക്രട്ടറി, അത് നമ്മുടെ ഫ്ലാറ്റിന്റെ പ്രസിഡന്റ്, ട്രഷറർ അപ്പുറത്ത് എവിടെയുണ്ട്. ഈ ഫ്ലാറ്റിലെ മൊത്തം ആൾക്കാർ ഇവിടെ ഉണ്ട്. സോറി, എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയി. Wow, what a party, man. Happy married life. Congratulations. താങ്ക് യു. ഹാപ്പി മാരീഡ് ലൈഫ് മാൻ. ജാതകം കിട്ടി സാറേ, ജീവിതം സെറ്റ് സാറേ, I got my... ഇതെല്ലാരും ക്ലീൻ ആക്കിയ എടുത്തന്നല്ലേ പാർട്ടി നടന്ന്? നീ ഏതാ? നീ ആരാന്ന്? ഞാൻ മെറിൻ. ഏത് മെറിൻ? ഇതേതേ സാമി? ചേട്ടാ, ഞങ്ങൾ ചേട്ടന്റെ ഫ്രണ്ട്, ലണ്ടൻ ബിജന്റെ കസിൻസ്. ആയിക്കോട്ടെ, പാർട്ടിയെല്ലാം കഴിഞ്ഞല്ലേ വീട്ടിൽ പോയിക്കൂടെ? ചേട്ടനല്ലേ പറഞ്ഞു ഇവിടെ നിന്നോളാൻ? ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ചേട്ടൻ പറഞ്ഞതാ, ഇന്നലെ മറന്നുപോയതായിരിക്കും. എടാ അനീഷേ, ഇതെല്ലാം ഇറക്കി വിടറാ ഇതിനെയല്ലോ. നീ അല്ലേ ഇന്നലെ ഓരോട് പറഞ്ഞു ഇവിടെ നിന്നോളാം? ഞാനാ? ശേഷം കള്ളിന്റെ പുറത്ത് പറഞ്ഞാലേ വാക്ക് വാക്കാനാണേ. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? എടാ വരുന്ന 22-ാം തീയതി എന്റെ കല്യാണം. ആ സമയത്ത് ഒരു പ്രായപൂർത്തിയായ പെണ്ണ് ഇവിടെ വന്ന് താമസിക്കാൻ തോന്നേ. എടാ ഇനി നീ ഇവിടെ പോവല്ലേ? മാത്രമല്ല കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓരോ ഇവിടുന്ന് പോയിട്ടുണ്ടാവും. ഉറപ്പാ? ഉറപ്പാണെന്ന്. അത് മാത്രമല്ല ഒരു നീറ്റ് ടീംസ് ആണ് നിന്നെ പോലെ. കണ്ടോ സ്ഥലം മൊത്തം ക്ലീനാക്കി വെച്ചിരിക്കുന്നത്. ക്ലീനാക്കി വെച്ചു. പക്ഷേ ഇനി ഓൾറെഡി കുട്ടി ടോസർ ഇട്ടിട്ട് ഇടുന്ന തിരിഞ്ഞു കളിക്കണമെന്ന് പറയണം. ഓളയിൽ ഡ്രസ്സൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ആൾ മറിയുന്ന ഡ്രസ്സ് എടുത്തിട്ട് ഓക്കെ ഓളുടെ കുട്ടിരിക്കാരെടുത്ത് ഞാൻ ഇട്ടോളാം. എന്റെ പാൻസ് എടുത്ത് ഓൾട്ടോട്ട്. എന്തിനാ? ഓക്കെ ടെൻ്റ് അടിക്കാനാ? താമസിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. പിന്നെ വരുന്ന 22-ന് എൻ്റെ കല്യാണമാണ്. എല്ലാവരും കൂടി ഇവൻ്റെ ഒപ്പം അങ്ങോട്ടേക്ക് വാ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. ഞാൻ 3 ദിവസം മുമ്പേ എത്തും. താങ്ക് യു. ആയിക്കോട്ടെ, ടൈം ആദ്യമായിട്ടായതുകൊണ്ടാ ചേച്ചേ, നമുക്കിതൊന്നും ശീലമില്ലല്ലോ. എടാ അണ്ണാക്കോട്ടനെ ആരെങ്കിലും മരങ്ങേറ്റം പഠിപ്പിക്കണ? നമ്മളൊക്കെ ആണുങ്ങളല്ലേ. നീ നോക്കിയും കണ്ടും ഒക്കെ ചെയ്താ മതി. മോനെ, മോന്റെ കരയുന്ന കട്ടലിലെ കാലെല്ലാം ചന്തേട്ട ശരിയാക്കിയിട്ടുണ്ട്. ഇനി അതിന്റെ ഒച്ചപ്പാടുണ്ടായിട്ട് നാട്ടാറ് മുഴുവൻ കേൾക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. നീ ധൈര്യമായിട്ട് കല്യാണം കഴിച്ചടാ. നോട്ടി ചന്തോട്ടൻ. നീ എന്നാലെ കവലപ്പന. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ അയച്ചു തരാം, നീ അത് കണ്ടു പഠിക്കും. എനിക്കറിഞ്ഞൂടെ ഞാൻ പോൺ വീഡിയോസ് ഒന്നും കാണൂലെന്ന്. ഇത് പോണല്ലടാ പോത്തെ. ദിസ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ്. പിന്നെ കഥ കുറ്റിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓ, അത് ഞാൻ ഏറ്റു. തിന്നോ, 3 നേരവും മുടങ്ങാണ്ട് തിന്നോ. കല്യാണപ്രായത്തിൽ ആണുങ്ങൾ തിന്നുന്ന ഈന്തപ്പഴ ജാതിപത്രി ലേഹ്യം വേഗം തിന്നോ. ഹലോ ജയശേട്ടാ, ഒന്ന് കാണാൻ പറ്റുമോ?